ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് 4 ടെൻസ്. ഒന്ന് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പാസ്റ്റ് ഒരു പ്രവൃത്തി ചെയ്തു എന്ന് കാണിക്കുവാൻ ഉപയോഗിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്ന് കാണിക്കുവാൻ ഉപയോഗിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ഒരു പ്രവൃത്തി പണ്ട് വളരെ മുൻപ് ചെയ്തിരുന്നു എന്ന് കാണിക്കുവാൻ ഉപയോഗിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒരു പ്രവൃത്തി പണ്ട് വളരെ മുൻപ് ചെയ്തു വരികയായിരുന്നു തുടർന്ന് വരികയായിരുന്നു എന്ന് കാണിക്കുവാൻ ഉപയോഗിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പഠിക്കാം. അതിൽ ഒരു പ്രവൃത്തി ചെയ്തു, അതായത് ഞാൻ പഠിച്ചു, ഞാൻ കളിച്ചു, ഞാൻ സഹായിച്ചു, ഞാൻ പോയി, ഞാൻ വന്നു, ഞാൻ എഴുതി, ഞാൻ ഉറങ്ങി, ഞാൻ വാങ്ങി, ഞാൻ വിറ്റു, ഇങ്ങനെയാണ് പഠിക്കുന്നത് നമ്മൾ. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്ന വാക്കുകൾ, വെർബുകൾ അഥവാ ക്രിയാപദങ്ങൾ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. പഠിക്കുക സ്റ്റഡി, പഠിച്ചു സ്റ്റഡീഡ് ആണ്, STUDIED ആണ്. കളിക്കുക പ്ലേ, കളിച്ചു പ്ലേഡ്. അപ്പോൾ ഇത് എഴുതി വെക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും 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 പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ പഠിക്കുക സ്റ്റഡി, പഠിച്ചു സ്റ്റഡീഡ്, കളിക്കുക പ്ലേ, കളിച്ചു പ്ലേഡ്, സഹായിക്കുക ഹെൽപ്പ്, സഹായിച്ചു ഹെൽപ്ഡ്, പോവുക ഗോ, പോയി വെന്റ് ആണ്, WENT വെന്റ് ആണ്. വരിക കം, വന്നു കെയിം ആണ്. എഴുതുക റൈറ്റ്, എഴുതി റോട്ട് ആണ്, WROTE ആണ്. വാങ്ങുക ബൈ, വാങ്ങി ബോട്ട് ആണ്. വിൽക്കുക സെൽ, വിറ്റു സോൾഡ് ആണ്, SOLD സോൾഡ് ആണ്. തുറക്കുക ഓപ്പൺ, തുറന്നു ഓപ്പൺഡ് ആണ്. അടയ്ക്കുക ക്ലോസ്, അടച്ചു ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആവർത്തിച്ച് നോക്കുക, വീണ്ടും വീണ്ടും പറയുക. പഠിച്ചു സ്റ്റഡീഡ്, കളിച്ചു പ്ലേഡ്, സഹായിച്ചു ഹെൽപ്പ്, പോയി വെന്റ്, വന്നു കെയിം, എഴുതി റോട്ട്. ഇത്തരത്തിൽ കുറേ വാക്കുകൾ ഡെയിലി ആവർത്തിച്ച് കണ്ടെത്തി പരിശീലിക്കുക. ഒപ്പം ഇതിനെ ആശയങ്ങളാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ പഠിച്ചു, ഐ സ്റ്റഡീഡ്. ഞാൻ കളിച്ചു, ഐ പ്ലേഡ്. ഞാൻ സഹായിച്ചു, ഐ ഹെൽപ്പ്. ഞാൻ പോയി, ഐ വെന്റ്. ഞാൻ വാങ്ങി, ഐ ബോട്ട്. ഞാൻ വിറ്റു, ഐ സോൾഡ്. ഞാൻ തുറന്നു, ഐ ഓപ്പൺഡ്. ഞാൻ എഴുതി, ഐ റോട്ട്. ഇങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഏതാനും വാക്കുകൾ വെച്ച് തയ്യാറാക്കി സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം ഇതിൽ ഒരു വാക്കിനെ എടുത്തിട്ട് പരമാവധി ആശയങ്ങളാക്കാൻ നോക്കുക. അതാണ് ഏറ്റവും എളുപ്പം ഭാഷ പഠിക്കാനായിട്ട്. അപ്പം ഞാൻ പഠിച്ചു, ഐ സ്റ്റഡീഡ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠിച്ചു, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠിച്ചു. യെസ്റ്റർഡേ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. നമുക്കൊന്ന് ഓർത്ത് നോക്കാം. I studied English with my friends. Yesterday I studied English with my friends. Okay.